മിഡിൽ ക്ലാസ് ഫാമിലിയായിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ രാത്രിയിലാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഇപ്പോൾ ഒരു 3 മണി, രാത്രി എന്ന് പറയാൻ പറ്റില്ല, വെളുപ്പിനെ ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര വർക്കലയ്ക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ പൊൻപുലരിയെ സൂര്യകിരണങ്ങൾ തഴുകി ഉണർത്തുന്നതിന് മുമ്പ് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സീനറി കാണാനും പിന്നെ വർക്കലയിലുള്ള അടിപൊളി കാഴ്ചകൾ കാണാനുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലായ്പ്പോഴും നമ്മൾ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പാണ് പോകണമെങ്കിലും ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്നാലും ഒറ്റയ്ക്ക് അതും രാത്രിയിൽ പോകുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. എന്തായാലും ഞാൻ ഈ റോഡിലൊക്കെ നോക്കിയിട്ട് ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല കേട്ടോ. നമ്മൾ ഹൈവേയിലോട്ട് കയറിയിട്ടില്ല, എന്നാൽ ഹൈവേയിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിലും ഒരൊറ്റ മനുഷ്യനെ കാണുന്നില്ല. മൊത്തം വഴിവിളക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമായിട്ട് ഈ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്. എന്തായാലും വർക്കല എത്തിയിട്ട് വർക്കലയിലെ അടിപൊളി കാഴ്ചകളും അവിടെ ഉണ്ടായ സംഭവങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇതിൻ്റെ പാർട്ടായിട്ടാണ്. ശരിക്കും നമ്മൾ ബീച്ച് കാണാനായിട്ട് പോകുമ്പോൾ വർക്കല മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ശരിക്കും വർക്കല മാത്രമല്ല, ബീച്ചിൻ്റെ സെക്ഷനിൽ കാണാറുള്ള ബീച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിലൊക്കെ ഒരു ബീച്ചിൽ ആരും ഇല്ലാത്ത സിറ്റുവേഷനൊക്കെ എടുത്തില്ല. അതായത് നമ്മളിലെ ഓരോരുത്തരൊക്കെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, കപ്പിൾസിന് മാത്രമായിട്ടൊരു റെസ്റ്റോറൻറ്റിൻ്റെ വക ഒരു ബീച്ച്, അങ്ങനെ അതേപോലുള്ള സീനറീസ്, അതേപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ കൊല്ലത്തുണ്ട്. അതായത് കേരളത്തിൻ്റെ ഗോവയാണ് ശരിക്കും പറഞ്ഞാൽ വർക്കല ബീച്ച്. അപ്പോൾ നമ്മുടെ വിദേശ നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാരെയും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ വർക്കലയിൽ 2 പ്ലേസ് ഉണ്ട് കേട്ടോ. ഇത് വർക്കലയിൽ ഇറങ്ങുന്ന ഒരു സീനറിയാണ് ഈ കാണുന്നത്. അതായത് ഒരു സ്ഥലത്തൂടെ, അതായത് വർക്കല ബീച്ച് എന്ന് വെച്ച് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഒരു ഇതിൽ കൂടെ കയറി വരുന്ന ഒരു സ്ഥലത്തെയാണ് ഇത് കാണുന്നത്. രണ്ടാമത്തേതാണ് ഇത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിദേശികളും കാര്യങ്ങളും എല്ലാം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലി ഇടാൻ വരുന്ന സ്ഥലവും കൂടിയാണ് ഇത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവിടെ ആ ഒരു കാര്യത്തിൽ പ്രശസ്തമാവാൻ കാരണം തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ജനാർദ്ദന ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ബലിയിടുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഈ കാണുന്ന സീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ തോർത്തൊക്കെ വാങ്ങിച്ചു പോയി ബലിയിടുന്ന ഒരു പരിപാടിയുടെയൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷേ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ്, അതായത് ഈ ഭാഗത്തോടെ കയറി ഇറങ്ങി ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫോറിനേഴ്സിനും അതേപോലെ തന്നെ ഇവിടുന്ന് ടൂറിസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഫോറിനേഴ്സിൻ്റെ ഒരു പർദീസ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ഇവിടെ കടൽ ഈ സമയങ്ങളിൽ ഭയങ്കര ശാന്തമാണ്. നമ്മളൊക്കെ അവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ ഈ വീഡിയോ ഒക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഹായ് ഒക്കെ തന്ന് ക്ഷണിക്കാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ചില ചേട്ടന്മാരുണ്ട് നൈസായിട്ട് വന്ന് വായി നോക്കി ഇതേപോലെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇതുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു അപമാനമാണെന്ന് തന്നെ പറയണം. പിന്നെ ഈ സൈഡിൽ കൂടെ ഇറങ്ങി കുളിക്കരുത് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഭയങ്കര ആഴമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി കുളിക്കരുതുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സിനും ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസിനും ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ട് പതുക്കെ തിരമാലയൊക്കെ കണ്ട് പതുക്കെ ഒരു സൂര്യൻ ഉദിച്ചങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഉദിച്ച് വരുന്നതേ ഉദിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പതുക്കെ മുന്നോട്ട് നടന്നു. ഈ നിൽക്കുന്ന ചേട്ടനാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഈ വർക്കല ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ഫസ്റ്റ് ഓടിയെത്തുന്ന ഇവിടെയാണ്. ഈ ബീച്ച് ഇവിടുന്ന് നടന്ന 2 കിലോമീറ്റർ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇതേ ബീച്ച് ഇത് തന്നെ ആണെങ്കിലും വേറെ പേരിൽ അപ്പുറത്ത് വർക്കലയുടെ തന്നെ വേറൊരു പൊസിഷൻസ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ, അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. അത് മാത്രമല്ല, ഇവിടെ കണ്ടില്ലേ ഫോറിനേഴ്സ് എപ്പോഴും വന്നു പോയി നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സൂര്യ നമസ്കാരം, അതേപോലെ തന്നെ രാവിലെയുള്ള വാമപ്പ്, അതേപോലെ അവർക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇവിടെ രാവിലെ എത്താറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് വേറൊരു സംഭവം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായിപ്പിനെ കണ്ട. ഈ സായിപ്പ് നമ്മൾ അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു നമസ്കാരം പറഞ്ഞു കേട്ടോ. നമസ്കാരം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ പറയുന്ന കൂട്ട് നമസ്കാരം പറഞ്ഞ് നമ്മളും തിരിച്ചൊരു നമസ്കാരമൊക്കെ പറഞ്ഞ് തിരിച്ചിപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ നിൽക്കുന്ന മദാമ എന്തോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ രാവിലത്തെ എന്തോ പ്രാർത്ഥനയാണെന്ന് എനിക്കത് മനസ്സിലായി. എന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ച് പതുക്കെ നമ്മൾ അവിടുന്ന് വീണ്ടും മൂവ് ചെയ്തു.
ഇനിയാണ് യഥാർത്ഥ താരം നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഇദ്ദേഹമാണ് ആ താരം. പുള്ളിക്കാരി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടോ. അപ്പോൾ പുള്ളി അത് വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിക്കുകയും പുള്ളിയുടെ പേര് നിയോ എന്നാണ്. അപ്പം നിയോ നമ്മളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം പുള്ളി ചെയ്യുന്ന കുറച്ച് കസരത്ത് വിദ്യകളൊക്കെ നമ്മളെ കാണിച്ചു തരികയൊക്കെ ചെയ്ത്. പക്ഷേ അത് ചെയ്തുകൊണ്ടിരുന്ന് നമ്മളത് ചെയ്ത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര തമാശയായിട്ടും ചിരിയായിട്ടൊക്കെ വന്നു. പുള്ളിക്ക് നമ്മുടെ നാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പലവരും പല ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ മറ്റേ സന്യാസം പോലെ പ്രാർത്ഥിക്കുന്നു, ചിലർ ഇങ്ങനെ വാമപ്പ് ചെയ്യുന്നു. നമ്മുടെ മലയാളീസ് കുറച്ച് പേര് ഇതിലേ കൂടി ഇങ്ങനെ വാമപ്പ് പോലെ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുന്നു. അതുകൂടാതെ വേറെ കുറച്ച് അതായത് മലയാളീസിനെ നമ്മൾ കൂട്ടണ്ട, കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. മറ്റു കുറച്ച് ആൾക്കാർ ഫോട്ടോ ഷൂട്ടിങ്ങിലും ബാക്കിയുള്ള പരിപാടികളിലൊക്കെ മുഴുകി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. ഏകദേശം കുറച്ച് ടൈം ആയപ്പോൾ തന്നെ വെയിലിന് നല്ല കട്ടി വരാൻ തുടങ്ങി. പക്ഷേ ഇവർക്ക് എന്താണോ അത് ഒരു ഇതുമായിട്ടും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇവരതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു മൈൻഡാണ് കണ്ടത്. അവർ പല കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് നടന്ന് എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലൂടെ നടന്ന് അവർ ആസ്വദിക്കുകയാണ് ഫുള്ളായിട്ട്. പക്ഷേ നമുക്ക് അത്രയും ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇനി ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കടൽ ഇതാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ സായിപ്പിനെ കണ്ട് ഈ സായിപ്പ് ഇത് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി എന്തോ പ്രാക്ടീസ് ചെയ്യുവാണോ അതോ കൈയുടെ കുഴ തട്ടിയിട്ട് പുള്ളി തിരുമ്മി തീർക്കുവാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വേണ്ട വേറെ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിങ്ങിലും പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനെ കലാപരിപാടികളിലും ഇവരുടെയൊക്കെ രാവിലത്തെ ഒരു പരിപാടിയിലൊക്കെ നമ്മളിങ്ങനെ അവരുടെ ഇടയിലൂടെ കയറി ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ വീണ്ടും മാതാമ്മ ഇവിടെ വീണ്ടും എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നി, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവർ രാവിലെ എണ്ണീറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് കണ്ടതാണ്. ഇവിടെ നടന്ന് അങ്ങേയറ്റം പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഇതേപോലെ വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ മടുപ്പാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കണം, ഒറ്റയ്ക്ക് അവർ ചെയ്യുന്നത്. പിന്നെ അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഇവിടെ ഒരു ഫുഡിൻ്റെ ഇതാണ് കേട്ടോ. ഫുഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ മണ്ടയ്ക്കൂടെ കയറി വേണം, മുകളിൽ ചെന്നിട്ട് വേണം റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. ഈ ഒരു കടലിലൊക്കെ കുളിച്ച് അടിച്ച് പൊളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉപ്പുവെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ ഓൾറെഡി നല്ല വിശപ്പായിരിക്കും വരുന്നത്. എന്നിട്ട് ഇതിലേ കൂടെ കയറി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിയുമ്പോൾ ഈ മല കയറി മണ്ടയ്ക്ക്, അത് മല കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ കയറി മണ്ടയ്ക്ക് എന്നിട്ട് വേണം ഇവർക്ക് ഫുഡ് കഴിക്കാൻ. നമുക്ക് തീരദേശ ഹൈവേയും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കുറേ ബീച്ചുകളും പാർക്കുകളും ഒക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം മാത്രം ഇവിടെ ചിലവഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു 2 റൗണ്ട് നടന്നതിന് ശേഷം, ഞങ്ങളല്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ 2 റൗണ്ട് നടന്നതിന് ശേഷം തിരിച്ച് അവിടുത്തെ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നേരെ നമ്മുടെ തീരദേശ ഹൈവേയും അതുപോലെ തന്നെ നമ്മുടെ വാടി കടപ്പുറം അതേപോലെ തന്നെ ഹാർബർ അവിടെ എല്ലാം ഒന്ന് പോകാനായിട്ടുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പതുക്കെ തിരിച്ചു പോവുകയാണ്. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി കണ്ണുരുട്ടിയാൽ ഇടി വീഴുന്ന മലയാളിയെക്കാട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവരൊരു ഹലോ ഹായ് പറഞ്ഞു പോകുന്ന ഫോറിനേഴ്സ് എന്തുകൊണ്ടും ബെറ്ററാണ് എന്ന് എനിക്ക് വേറൊരു രീതിയിൽ തോന്നി കേട്ടോ. എന്തും വേണ്ടി അടിയിടിയും ബഹളമൊക്കെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ആണെങ്കിൽ എന്താണ് അവർ കാണുമ്പോൾ തന്നെ എന്തൊരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. മലയാളിയുടെ സംസ്കാരം പഠിക്കാനായിട്ടാണ് അവർ ഈ നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അവരുടെ സംസ്കാരം പഠിക്കാനായിട്ട് അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിപ്പോൾ ഈ വീഡിയോ കാണാമായിരുന്നല്ലോ, ഒരുവിധം സന്യാസമായിട്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അമ്പലങ്ങളിൽ കയറി കിടക്കുന്നത്, പള്ളിയിൽ കയറി കിടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ. ഇതിനിടയിൽ എനിക്കൊരു മനസ്സിന് വിഷമം തോന്നിയൊരു കാഴ്ച ചെയ്തു കേട്ടോ. നമ്മുടെ റോഡ് ഇടിഞ്ഞു പോയേക്കുന്നത് ഇവിടം വരെ കടൽ വരുന്നത് കേട്ടോ. കടൽ ഇവിടം വരെയല്ല, ഇതിനപ്പുറം വരെ വരുന്നതാണ്. ഈ കടലിൻ്റെ ഭാഗത്തുകളെ ഞാൻ ശരിക്കും കാണിച്ചു തരാം. നോക്കി, ഇത് കടലിപ്പോൾ അങ്ങേയറ്റം കിടക്കുവാണ്. ഇപ്പം നമ്മൾ പോകുന്ന റോഡായത്, റോഡ് പകുതി ഇടിഞ്ഞ് പോയേക്കുക കണ്ടോ. കടൽ വന്ന് എടുത്ത് കളഞ്ഞപ്പോൾ ഇത് നോക്കിക്കുക, ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വീടുകളാണ്. ഇവരുടെ ഒരൊറ്റ നിമിഷം മതി ഈ കടലൊന്ന് ശകലം കൂടി കഴിഞ്ഞ് ഇത് ഇടിച്ച് അപ്പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. ആ ഒരു ഇത് കാണുമ്പോൾ മാനസികമായൊരു വിഷമം തോന്നി കേട്ടോ. ഒരു വീടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും, അതൊറ്റ നിമിഷം കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത സങ്കടമാണ്. ഇപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് വളരെ കുളിരണിയിക്കുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിവിടെ ഹരിപ്പാടുകാരനാണ്. ഇവിടെ തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി, ആലപ്പുഴ ബീച്ച്, ഇങ്ങനെയൊക്കെ ബീച്ചുകളുണ്ടെങ്കിലും ഇങ്ങനെ റോഡിലൂടെ കടലിൻ്റെ സൈഡിലൂടെ വണ്ടി ഓടിച്ചു പോയി കടൽ കണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലങ്ങളും നമ്മുടെ ഇവിടെ ഇല്ല. ഇവിടെ അപ്പുറത്തെ സൈഡിൽ കായലും ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലവും കൂടെയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ക്യാമറ ഓഫായിപ്പോയി കേട്ടോ. പിന്നെ ഈ ഫോണിലെടുത്ത്, അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ചില വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ചില ബീച്ചുകളുടെ കാര്യം പറഞ്ഞത്. ഈ ബീച്ചിലൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു അനക്കം പോലും ഇല്ല. അടിപൊളിയായിട്ട് കിടക്കുകയാണ്. തന്നെ ഇതുണ്ട് ഇപ്പുറത്തെ സൈഡ് നോക്കിയേ.
ഇത് കടലിലോട്ട് കുറച്ച് ഇറക്കിയിട്ടേക്കുന്ന കടൽപ്പാലം പോലുള്ളൊരു സംഭവം. നമുക്ക് ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ അധികം ആഴമൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്ലേസാണ്. ഞാൻ പറഞ്ഞ കൂട്ട് ആദ്യത്തെ ഈ ലക്ഷദ്വീപിലൊക്കെ കാണുന്നതുകൊണ്ട് ഒരു ഏരിയയിൽ രണ്ട് പേർക്ക് മാത്രമായിട്ട് ഒരു കപ്പിൾസിനൊക്കെ ഒരു ബീച്ചായിട്ട് കൊടുക്കുന്ന ഒരു സെറ്റിങ്ങൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറില്ലേ, അതേപോലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവരാരും കാണുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമുക്ക് കടലിൻ്റെ ഇച്ചിരി ദൂരം നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ കടലിലോട്ട് ഇറക്കി ഇട്ടേക്കും കേട്ടോ. ഇത് നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനൊന്നും ഇല്ല. അതല്ല, അവിടെ കുറേ ആൾക്കാർ വള്ളത്തിൽ ഇങ്ങനെ പോകുന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ അല്ലാതൊന്നുമില്ല ഇവിടെ. അഞ്ചോളായി എന്നെ താഴോട്ട് പോയാൽ പോലും എന്നെ രക്ഷിക്കാൻ ആരും ഇല്ല കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാതിരിക്കാനും തോന്നാത്തൊരു സംഭവമാണ്. സാധാരണ കടപ്പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സീനറി തോന്നാറില്ല. കാരണം നമ്മൾ ആലപ്പുഴക്കാരായതുകൊണ്ട് തന്നെ നമുക്കവിടെ കടലൊക്കെ ഇതായിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ കടലിത് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടെ എല്ലാം വെള്ളം ചേറി കിടപ്പുണ്ട്. ഇതൊക്കെ നല്ല തെന്നലുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീനറി അറിയുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളി സംഭവമാണ്. കണ്ടോ, നമ്മൾ കടലിൻ്റെ അകത്താണ്. ഇതിങ്ങനെ ഇവിടോട്ട് പാറ ഇറക്കി ഇട്ടേക്കും. അതുകൊണ്ട് അവിടെ കല്ലുമ്മക്കായൊക്കെ തന്നെ നമുക്ക് പിടിച്ചിരിക്കുന്ന സീനറി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കല്ലുമ്മക്കായൊക്കെ പിടിച്ചിരിക്കുന്ന സീനറിയൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഈ വഴി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു പരിപാടിയൊക്കെ അറിയുള്ളൂ. പക്ഷെ ഇവിടെ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നുണ്ടോ. ബീച്ചൊക്കെ ഒരു മനുഷ്യൻ പോലും ഇല്ല, കിടപ്പുണ്ടോ. അങ്ങനെ ദൂരിൽ അവിടെ മാത്രമായിട്ട് അങ്ങോട്ട് കുറച്ച് പേരുണ്ട്, അല്ലാതെ എല്ലാം വിജനമായിട്ട് കിടക്കുക. കടൽ മാത്രമല്ല കേട്ടോ, കായലും ഇവിടെ അതേപോലെ തന്നെയാണ്. അപ്പുറത്തെ സൈഡിൽ കടലാണ്, ഇപ്പുറത്തെ സൈഡിൽ കായൽ. എന്തായാലും കായലൊരു ചേട്ടൻ വല വീശുന്നത് കണ്ടപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു വണ്ടി ഇന്ന് നിർത്തി കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആര് വല വീശിയാലും ചൂണ്ടയിട്ടാലും ആ മീനെയൊക്കെ ഒന്ന് കാണാതെ അല്ലെങ്കിൽ വായിക്കാതെ വീട്ടിൽ വരുന്നൊരു പതിവ് പണ്ട് തൊട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വല വീശുന്നത് കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. എന്തായാലും ചേട്ടൻ വല വീശി എടുക്കട്ടെ എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ചേട്ടൻ്റെ പരിപാടി നടക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കളർ ഫിഷ് പോലെ ഇരിക്കുന്നല്ലോ അതിനെ കണ്ടിട്ട്. നല്ല അങ്ങനെയാണ് എന്തേട്ടൊന്ന് കാണിച്ച്. ചാടി പോവാ. ചാക്കെടുക്കാതിരിക്കാനാണ് പല പറ്റിയത്. ഈ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്റ്റൈല് പോലെയാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കും രണ്ട് സൈഡിലുള്ള കാടുകളും ഒക്കെ ആയിട്ട്. ഈ സ്ഥലത്തെത്തുമ്പോഴേക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. അതുപോലെ തന്നെ ബോട്ടിങ്, നമുക്ക് അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഫോൺ പിടിച്ചതാണ്, അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്, അത് ക്ഷമിക്കുക. എന്നാലും മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.
സൈഡിൽ അങ്ങ് ഏറ്റവും കാണുന്ന കണ്ടൽക്കാടുകളാണ്, കണ്ടൽക്കാടുകൾ. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ലൈക്ക്. അതേപോലെ തന്നെ അവിടുത്തെ ക്ഷേത്രത്തെ പറ്റിയും അതേപോലെ ജനാർദ്ദന ക്ഷേത്രത്തെ പറ്റിയും വാടി കടപ്പുറത്തെ പറ്റിയും കൂടാതെ നീണ്ടകര കടപ്പുറത്തിലെ ലേലത്തിൻ്റെ രഹസ്യത്തെ പറ്റിയും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ബൈ.